നമസ്കാരം. എമ്പുരാൻ്റെ ഇന്നത്തെ പൂട്ടും തുറന്നു. രണ്ടുപേര് വന്നു. രണ്ടുപേരും ലേഡി ക്യാരക്ടേഴ്സാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത ആക്ട്രസ്സാണ്. പക്ഷേ ഇവർ സൗത്ത് ഇന്ത്യൻ ഫിലിമിൽ എന്തായാലും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൽ നയൻ ഫഡ് എന്ന് പറയുന്ന നടി ആക്ട്രസ് പറഞ്ഞിരുന്നു, ഇത് പൃഥ്വിരാജിനോടൊപ്പം അവർ 10-15 വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ആ സിനിമ എടുക്കാൻ അവരെടുത്ത എഫേർട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ വളരെ വലുതായിരുന്നെന്നും, പിന്നെ March 27 വേണ്ടിയിട്ട് ഇക്കർലി വെയിറ്റിംഗ് ആണ് അവരുടെ സിനിമ, മലയാളി സിനിമയിൽ അവർ അഭിനയിച്ചത് കാണാനെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വന്ന ഒരു യങ് ആക്ട്രസും പറഞ്ഞത് അത് തന്നെയാണ്. എന്താണ് പറഞ്ഞാൽ അവരെ ലൈഫിൽ അവരിതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ചിത്രത്തിൽ ഏറ്റവും മികച്ച ചിത്രം ഇത് തന്നെയായിരിക്കും. അത്രയ്ക്കും എഫേർട്ടായിട്ട് ക്ലിയറായിട്ട് ഇതൊരു നല്ല ചിത്രമാകണം, ഇതൊരു കാര്യം ഉൾക്കൊണ്ടെടുത്ത ചിത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി മാറും എമ്പുരാൻ എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ ഭാഷയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന അഭിനേതാക്കൾ, മറ്റൊരു ഭാഷയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർ തന്നെ വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പോലെ ഇത്രയും നല്ലൊരു ഡയറക്ടറോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നത്, മലയാളത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നതൊക്കെ അവരുടെ ഭാഗ്യമാണ്. അത്രയും നല്ലൊരു അനുഭവമാണ് മലയാള സിനിമ അവർക്ക് നൽകിയെന്ന്. ഇതിനേക്കാട്ടിയും ഒരു മലയാള സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അഭിമാനിക്കാൻ ഇതിനെക്കാട്ടി എന്താണ് കിട്ടാനുള്ളത്? കാരണം നമ്മൾ ഓരോ മലയാളികളും അല്ലെങ്കിൽ സിനിമ കാണുന്ന ഓരോരുത്തരും ഈ ഒരു അപ്ഡേഷൻ, എമ്പുരാൻ്റെ അപ്ഡേഷൻസിന് തന്നെ ഇത്രയും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും അധികം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ അതിനുള്ളിൽ ഇത്രയും നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് തരാനുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ ദിവസവും അപ്ഡേഷൻ നമുക്ക് ആ ഒരു ടീം തന്നുകൊണ്ടിരിക്കുന്നു. അവരിൽ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാർക്ക് യുവർ കലണ്ടർ March 27, നിങ്ങൾക്ക് കാത്തിരിക്കാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ എക്സ്ട്രാ ഓർഡിനറി അനുഭവമായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്രയ്ക്ക് വെയിറ്റ് ചെയ്ത് കാണാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരിയുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായ എമ്പുരാൻ ഏറ്റവും നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിലാണെങ്കിൽ തന്നെ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും വൻ വിജയമാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അപ്ഡേഷൻസിന് വേണ്ടി കാത്തിരിക്കാം.